എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സച്ചി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ചോദിച്ചു, അല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ഇത് എങ്ങോട്ടാ? ആരോടും ഒരു വാക്ക് പോലും പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ സച്ചിയേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറയാണ്. അത് കേട്ടതും സച്ചി പറഞ്ഞു, അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ ഒന്ന് പോകേണ്ട വന്നെന്ന് പറയാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചായ എടുക്കാന്ന് പറയണേ. വേണ്ട, ഇപ്പൊ ചായ ഒന്നും വേണ്ടാന്ന് പറയാ. നീ ഒരു കാര്യം ചെയ്യാം, കുളിച്ച് റെഡിയാവാൻ പറയാണ്. കുളിച്ച് റെഡിയാവാനോ? എന്താ സച്ചിയുടെ കാര്യം? എവിടെയെങ്കിലും പോകാനാണെന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ട്, ഞാൻ പറയുന്ന നീ അങ്ങോട്ട് അനുസരിക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതിക്ക് തോന്നി സച്ചിയേട്ടൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. രേവതി ചോദിച്ചു, അല്ല എന്തേലും ഫംഗ്ഷൻ ഉണ്ടോ? ക്ഷേത്രത്തിൽ പോകാനാണോ? അതോ ഇനി വല്ല കല്യാണം അങ്ങനെ എന്തേലും ഉണ്ടോന്ന് ചോദിക്കാം. ആ, ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാണ്. എവിടെയാ? ഇവിടെ തന്നെയാന്ന് പറയണ. ഇവിടെ തന്നെയോ? ഇവിടെ എന്ത് ഫംഗ്ഷനാ? പെട്ടെന്ന് രേവതി സച്ചിയുടെ അടുത്തേക്കുന്നു. ഒന്ന് ഊതാൻ പറയണം. എന്തിന്? ഞാൻ രാവിലെ പല്ലൊക്കെ തേച്ചാ. അതൊന്നും അല്ല, രാവിലെ ഇനിയിപ്പം മദ്യപിച്ചിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ല. മദ്യപിച്ചിട്ട് പിച്ചും പേയും പറയുന്നതാണോന്ന് അറിയില്ല. ഒന്ന് ഊതാൻ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, സ്വഭാവത്തോടെ തന്നെ പറയണേന്ന് പറയാ. നീ കുളിക്കുക, നിനക്ക് കുളിച്ചു കഴിഞ്ഞിട്ട് ഉടുക്കാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു തരാന്ന് പറയണ. സാരി ആന്തിനാ? ഞാൻ പറയുന്ന സാരി ഉടുത്താൽ മതി എന്ന് പറയണ. എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ അലമാരി തുറന്ന് അലമാരിക്കകത്ത് നോക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളി ഒരു സാരി എടുത്തു. ഇത് ഉടുത്തോണ്ട് നീ ഇന്ന് നിന്നാ മതി എന്ന് പറയണേ. എന്താ സച്ചിയേട്ടാ, ഇതെന്തിനാ ഈ സാരിയൊക്കെ ഉടുക്കണേന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ട്, പറയും ഞങ്ങൾ അനുസരിക്കാൻ പറയണം. അപ്പൊ രേവതി ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേനും സച്ചി ചെന്താ, കുളിക്കാൻ മടിയുണ്ടോ? ഞാൻ കയറി വരണോന്ന് ചോദിക്കും. കുളിപ്പിക്കാൻ എന്തേലും സഹായം വേണോന്ന് ചോദിക്കും. വേണ്ട വേണ്ട, തൽക്കാലത്തേക്ക് എനിക്ക് തന്നെ കുളിക്കാനൊക്കെ അറിയാം എന്നും പറഞ്ഞ് രേവതി ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി ബാത്റൂമിലേക്ക് കയറി പോവാ. ആ സമയം സച്ചി മഹേഷിനെയൊക്കെ വിളിക്കുകയാണ്. എടാ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ചോദിക്കുക. അതെ, ആ കാർത്തികേനെയും കൂടെ വിളിച്ചിട്ട് എല്ലാം റെഡിയാക്കാൻ പറയണം. ഇപ്പൊ തന്നെ ആവും. പിന്നെ സച്ചി കാല് വെന്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഫോൺ വിളിയാണ്. പിന്നെ ഹാളിലേക്ക് വന്നപ്പോഴത്തേനും ചന്ദ്രമതി എഴുന്നേറ്റ് വരുവാണ്. ചന്ദ്രമതി നോക്കി കഴിയുമ്പോഴത്തേനും സച്ചി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഇവനിത് എന്ത് പറ്റി? രാവിലെ തീ പിടിച്ച പോലെ ഇങ്ങനെ ഓടി നടക്കുന്ന എന്താ ആർക്കറിയാ? സ്വഭാവമല്ലേ, പറയാൻ പറ്റില്ല എന്നൊക്കെ ഓർത്തുണ്ട് ചന്ദ്രമതി നോക്കിയിട്ട് ചന്ദ്രമതി അകത്തേക്ക് പോവാണ്. പിന്നീട് സച്ചി അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ രേവതി കുളിയെല്ലാം കഴിഞ്ഞു വന്നു. ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. ആഹാ, കൊള്ളാലോ, നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അല്ല രേവതി, ഈ സാരി ഒന്നും നീ എന്താ വീട്ടിൽ ഇരിക്കുമ്പോൾ ഉടുക്കാത്തതെന്ന് ചോദിക്കുക. അത് പിന്നെ വീട്ടിൽ ഈ അടുക്കളപ്പണി ചെയ്യുന്ന സമയത്ത് ഈ കരിയും പൊടിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത്ര നല്ല സാരിയൊക്കെ ഉടുത്തോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ വല്ലയിടത്തും പുറത്തൊക്കെ പോകുമ്പോഴേ ഞാനിതൊക്കെ ഉടുക്കാറുള്ളൂ. പിന്നെ അധികം അങ്ങനെ യാത്രയും ചെയ്യുന്നില്ലല്ലോ, എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ എന്ന് ചോദിക്കാം. എന്തായാലും നല്ല സുന്ദരിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടാണെന്ന് പറയാം. അല്ല, എങ്ങോട്ടാ സച്ചിയേട്ടാ നമ്മൾ പോണേന്ന് ചോദിക്കാം. പോകാം, ധൃതിപ്പെടല്ലേ. അതെന്താ? ഞാൻ അവരെയും കൂടെ വിളിക്കട്ടെ എന്ന് പറയണം. ആരെ? അച്ഛനും അമ്മയോടും കൂടെ കാര്യങ്ങൾ പറയട്ടെ. അവരെല്ലാരും വരുന്നുണ്ടോ? എല്ലാരും ഉണ്ടെന്ന് പറയണം. പിന്നീട് സച്ചി നേരെ ഹാളിലേക്ക് എന്നിട്ട് ചന്ദ്രമതിയുടെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അതെ, പെട്ടെന്ന് നിങ്ങൾ കുളിച്ച് റെഡിയാവാൻ പറയാണ്. റെഡിയാവാനായിട്ട് എന്തിനാണ് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് കുളിച്ച് റെഡിയാവുന്നേ? അതൊക്കെ ഉണ്ട്, ഒരു സ്ഥലം വരെ പോണോന്ന് പറയാം. ഇത് കേട്ടപ്പം ചന്ദ്രമതി, ഞാനില്ല എന്ന് പറയണം എങ്ങോട്ടാണെങ്കിലും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോണം പറഞ്ഞ് പോണം എന്നും പറഞ്ഞിട്ട് പിന്നീട് ചെന്ന് ശ്രീകാന്തിന്റെ വർഷയുടെ കഥയെ മുട്ടുകയാണ്. ശ്രീകാന്ത് എനിക്ക് എന്താ സച്ചി കാര്യം? എല്ലാരും പെട്ടെന്ന് റെഡിയാൻ പറയാണ്. അങ്ങനെ സുധീനെയും കൂടെ വിളിക്കണം. എല്ലാരും വിളിച്ച് റെഡിയാൻ പറഞ്ഞു. ഇപ്പൊ ആർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്ക് രേവതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ചന്ദ്രമതി ചോദിച്ചു, ഇവളും വരുന്നുണ്ടോന്ന് ചോദിക്കുക. ഉണ്ട്, ഞാനങ്ങും വരുന്നില്ല, നിങ്ങൾ തന്നെ എന്നാ പോയിട്ട് പോരെ എന്നൊക്കെ പറയാം. സച്ചി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, വരണോന്ന് പറയാം. എന്തിനാടാ വരുന്നേ? അതൊക്കെ ഉണ്ട്, വരണോന്ന് പറഞ്ഞാൽ പിന്നെ വന്നാൽ മതി, വേറൊരു ചോദ്യമൊന്നും വേണ്ടാന്ന് പറയണേ. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എല്ലാവരും കൂടെ റെഡിയായിട്ട് വരണമെന്ന് പറയണേ. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് വന്നു കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞ് പോകാന്ന് പറയണേ. ആ സമയം സുധി പറഞ്ഞല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സച്ചി, ഇത്ര ആൾക്കാരുണ്ട്, നമ്മളെല്ലാരും കൂടെ ഒരു വണ്ടിക്ക് പോകാൻ പറ്റുമോ? ഒരു കാറിന് പോകാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ആ മഹേഷിന്റെ കാറും കൂടെ വിളിക്കുക. അങ്ങനെ 2 കാറിനകത്ത് പോകാന്ന് പറയണം. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അതിന് കാറിന് പോകേണ്ട കാര്യമൊന്നുമില്ല, നടന്നു പോകാനുള്ള ദൂരമുള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, നടന്നു പോകാനുള്ള ദൂരമോ? അതെവിടെയാടാ? അതൊക്കെ ഉണ്ട് അച്ഛാന്ന് പറയണം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇതേ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, അച്ഛന് ഫുഡ് കൊടുത്തിട്ട് മരുന്ന് പോലും കൊടുത്തിട്ടില്ല എന്ന് പറയണ. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നീ പറഞ്ഞിട്ട് പോകുന്നു പറയണ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഒരു 10 അടി അങ്ങ് നടന്നാ പോരെ, നമ്മള് സ്ഥലം എത്തിയില്ലോ, പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക. 10 അടി നടക്കാനോ? ഇവരെന്നെ ഭ്രാന്തുണ്ടോന്ന് സുധി പറയാണ്. 10 അടി നടന്നാൽ വീടിന്റെ ഫ്രണ്ടിൽ എത്തുള്ളൂ, അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാവുന്നേ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നീട് സച്ചിയോട് ഞാൻ പറയുന്ന അനുസരിക്കുക, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് സച്ചി അങ്ങ് നടക്കുമ്പോഴത്തേനും ചന്ദ്രമതി ഞാനെങ്ങും ഇല്ലാന്ന് പറയാണ്.
രവീന്ദ്രൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വന്നാ മതി എന്ന് പറയാണ്. അങ്ങനെ അവസാനം എല്ലാവരെയും വിളിച്ചോണ്ട് സച്ചി അങ്ങ് ചെല്ലുവാണ്. സച്ചി എന്നിട്ട് ഗേറ്റ് അങ്ങ് തുറക്കുവാണ്. ഗേറ്റ് അങ്ങ് തുറന്നു കഴിയുമ്പത്തേനും ഗേറ്റിന്റെ വെളിയിൽ രേവതിയുടെ അമ്മയും അനിയത്തിയും ശരത്തും ഒക്കെ ഉണ്ട്. അതുകൂടാതെ രേവതിയുടെ കൂടെ പൂ കെട്ടാനായിട്ട് വന്ന് സഹായിച്ച ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് അത്ഭുതമായി. അമ്മയെന്നൊക്കെ വിളിച്ച് ഓടിച്ചെന്ന് ലക്ഷ്മിയമ്മനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവരെ എല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു അത്ഭുതമായിരുന്നു ബാക്കിയുള്ളവർക്ക്. ചന്ദ്രമതി ഇവരൊക്കെ എന്തിനാ ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, ഓ ഇവരെ സ്വീകരിച്ച് അകത്തേക്ക് ഉണ്ടാകാനായിട്ട് ആണോ സച്ചി കുളിച്ചൊരുങ്ങാൻ പറഞ്ഞ്? എന്നെ കൂടെ പറ്റില്ല, ഞാൻ പോവാന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ ഇങ്ങോട്ട് മര്യാദയ്ക്ക് വരാൻ പറഞ്ഞാൽ വന്നാൽ മതി എന്ന് പറയാം. പിന്നീട് രവീന്ദ്രൻ വന്നിട്ട് ലക്ഷ്മിയോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കാം. വിശേഷമൊന്നും ഇല്ലാന്ന് പറയണേ. രേവതി ചോദിച്ചു, അല്ല സച്ചിയേട്ടാ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്. പെട്ടെന്ന് ദേവ് പറഞ്ഞു, ഇതെല്ലാം ഒരു സർപ്രൈസ് അയച്ചെന്ന് പറയണം. സർപ്രൈസോ? അതൊക്കെ ഇതെല്ലാം സച്ചേന്റെ വക ഒരു സർപ്രൈസാന്ന് പറയണം. ശ്രുതിയോട് പറഞ്ഞു, ഇവനിത് എന്ത് പറ്റി? തലയ്ക്ക് ഓളമായോ? രാവിലെ പൂ കിട്ടുന്ന ആൾക്കാരെ വിളിച്ച് അവളെ ആ രേവതിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി എല്ലാവരെയും കൂടെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എങ്ങോട്ടേലും യാത്ര പോകാനാണെങ്കിൽ അതും അല്ലാന്ന് തോന്നേ. പക്ഷെ വേറെന്തോ പ്ലാനെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ഈ സമയം ശ്രുതി പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, നോക്കാന്ന് പറയണം. അങ്ങനെ അവരെല്ലാവരും നിൽക്കുന്ന സമയത്ത് പൂക്കിട്ടുന്ന ചേച്ചിമല്ല ഒരാൾ പറഞ്ഞു, വെളുപ്പിന് 4:30 ആയപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞാ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അതുകൊണ്ട് നേരം വെളുത്തപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ഓടി വന്നെന്ന് പറയാണ്. ആ സമയം അങ്ങോട്ടേക്ക് വന്ന് മഹേഷ് പറഞ്ഞു, എന്നോടും ഇതൊക്കെ തന്നെയാ, ഞാനും കുറെ രാവിലെ ഓട്ടം ഓടിയെന്ന് പറയാണ്. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ സച്ചി ഇത്? നീ എല്ലാരും എന്തിനാ ഇങ്ങനെ വിളിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നേ? കാര്യം എന്താന്ന് പറയാം എന്ന് പറയാണ്. കാര്യമൊക്കെ പറയാം, ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, എല്ലാരും പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. അപ്പൊ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ മതിലിനോട് ചേർന്ന് അവരുടെ ഗേറ്റിന്റെ സൈഡിലോട് ചേർന്നിട്ട് ഒരു വണ്ടി, മറ്റേ പെട്ടിവണ്ടി മൂടി ഇട്ടിരിക്കുന്നു. ഇതെന്താ? പെട്ടെന്ന് സുധിവർ എങ്ങ് നോക്കിയമേ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ആരോ കൊണ്ട് കടയിട്ടിരിക്കുന്നു, നമ്മുടെ അനുമതി ഇല്ലാതെ എന്ന് പറയണം. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അത് ശരിയാണല്ലോ, അത് ആരാ പോലും എന്ന് ചോദിക്കുകയാണ്. കാരണം അത് മൊത്തം ഈ മറ്റേ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയിട്ടിരിക്കുന്നു, പടതിട്ട് മൂടിയിട്ടിരിക്കുക. എന്നാ കടയാന്ന് പോലും അറിയത്തില്ല. നമ്മള് ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ടൈപ്പ് അതുപോലത്തെ ഒരു കടയാന്ന് അവർക്ക് തോന്നുവാണ്. അല്ലെങ്കിൽ ഇത് ആരാ പോലും ഇത്ര ധൈര്യത്തിന്? ഒരു കാര്യം സുധി, ഇനി പെട്ടെന്ന് പോലീസിന് ഫോൺ ചെയ്ത് പറ, നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ആരോ വന്ന് കടയിട്ടേക്കുവന്ന് എന്നൊക്കെ പറയാണ്. സുധി പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സച്ചി പറഞ്ഞു, നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് പോകുന്ന ആരാന്നറിയായിരിക്കോ? നിന്റെ അമ്മ തന്നെ പോകുന്നു പറയണേ. അമ്മയോ? അതെങ്ങനെയാണ് അമ്മ പോന്നേ? അമ്മയുടെ പേരിലല്ലേ കടയെന്ന് ചോദിക്കണം. അമ്മയുടെ പേരിലോ? ആ സമയത്ത് സച്ചി എന്ത് ചെയ്യണം, ആ മൂടിയിട്ടിരിക്കുന്ന ആ പ്ലാസ്റ്റിക് ആ പടുതയൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ്. പടുത മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയുടെ ഫ്ലവർ ഷോപ്പ് എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ചന്ദ്രമതിയുടെയോ? രവീന്ദ്രൻ പറഞ്ഞു, ഇത് നിന്റെ പേരിലാണല്ലോ ചന്ദ്രയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൽ ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഒന്നും ചന്ദ്രമതിക്ക് മനസ്സിലായില്ല. ആ സമയം രേവതി ഒരു അന്താളിപ്പോട് കൂടിയിട്ട് നോക്കുകയാണ്. രേവതിയുടെ അടുത്ത് നിന്നിട്ട് സച്ചി വെച്ചു, എങ്ങനെയാ സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ്. രേവതിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. എന്നാലും രേവതിക്ക് ഒരു അന്താളിപ്പ്. ഇത്ര പെട്ടെന്ന് ഇത് എങ്ങനെ ഒറ്റ രാത്രിയും കൊണ്ട്? ഈ സമയം മഹേഷ് പറഞ്ഞു, ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഞങ്ങൾ കാറ് കൊണ്ടിരുന്ന ആ ഷെഡിന്റെ അടുത്തായിട്ട് ഈ ഉന്തുവണ്ടി കിടപ്പുണ്ട്, അതെടുക്കണം, പിന്നീട് പെയിന്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം രാത്രി തന്നെ നടത്തി. പിന്നെ അത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചെന്ന് പറയണം. അപ്പൊ കൂടുത്തിന്നൊരു ചേച്ചി പറഞ്ഞു, ആ പൂട്ടുന്ന ചേച്ചി പറഞ്ഞു, ദേ രാവിലെ വെളുപ്പിന് വിളിച്ചിട്ട് പൂവെല്ലാം മേടിച്ചോണ്ട് വന്നോന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്ന് സെറ്റ് ചെയ്തെന്നൊക്കെ പറയാണ്. രേവതിക്ക് എന്തെന്നില്ല സന്തോഷം. രേവതി നേരെ എന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലോ. സച്ചി പറഞ്ഞു, നീ അല്ലേ പറഞ്ഞേ നിനക്ക് ആകെപ്പാടെ അറിയാവുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഈ പൂ കെട്ടാൻ മാത്രമാന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പം അതിരിക്കട്ടെ എന്ന് വെച്ചു. നിന്റെ അത്ര സ്പീഡില് ഈ പരിസര പ്രദേശങ്ങളിലൊന്നും പൂ കെട്ടുന്ന ആരുമില്ല. കണ്ണടച്ച് നീ അത്ര സ്പീഡിൽ പൂ കെട്ടുന്നതല്ലേ, അതുകൊണ്ട് നിനക്ക് നല്ലൊരു വരുമാനം ആയിരിക്കും. നീയല്ലേ പറഞ്ഞേ എപ്പോഴും ഞാൻ വീട്ടിൽ അടുക്കളപ്പണിയായിട്ട് ഇരിക്കുമെന്ന്. ബാക്കിയുള്ളവരെല്ലാം ജോലിക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ആ പേടി വേണ്ട, നിനക്ക് സ്വന്തമായിട്ടൊരു കടയായി, നീ ഒരു കടയുടെ ഉടമയെ ഒരു മുതലാളിയായെന്ന് പറയാം. ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു, അല്ല നീ എന്തിനാ ഈ കടയ്ക്ക് എന്റെ പേര് വെച്ചിരിക്കുന്നു ചോദിക്കാം. അതോ അതൊരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് ഓർത്തു. അല്ല ഈ പറയുന്ന അമ്മയുടെ വേറെ മരുമകളുണ്ടല്ലോ ശ്രുതി, അവര് കടയുടെ അമ്മയുടെ പേരിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിനെന്താ കുഴപ്പം? അമ്മയുടെ മരുമക്കളെല്ലാരും കൂടെ ഇരുന്ന കടയ്ക്ക് അമ്മയുടെ പേരിട്ടെന്ന് പറയാണ്. ചന്ദ്രമതിക്ക് ഒന്നും മിണ്ടാൻ പറ്റാതായി പോയി. രവീന്ദ്രൻ പറഞ്ഞു, എന്താടി നിനക്ക് വല്ല കുറച്ചിലും ഉണ്ടോന്ന് ചോദിക്കുക. ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യം വന്നു. ചന്ദ്രമതി പിറുപിറുക്കാണ് അവിടെ എന്നിട്ട്. ആ സമയം സച്ചി പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറഞ്ഞു, കൺഗ്രാസ് എടുത്തിന്ന് പറഞ്ഞിട്ട് പോയി കൺഗ്രാസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർഷയും ചെയ്ത് പറയുകയാണ് രേവതിക്ക്, ഇത്ര നല്ലൊരു സംരംഭം തുടങ്ങിയല്ലോ എന്ന് പറയാണ്. അല്ല എന്ത് പറ്റി സച്ചി നിനക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാനായിട്ട്?
എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കണം. അതോ അതിന് കാരണക്കാരി ആരെന്നറിയാവോ? ഇവിടെയുള്ള ഒരാളാന്ന് പറയണം. ഇവിടെയുള്ള ഒരാളോ? അതെ, വർഷയാന്ന് പറയണം. പെട്ടെന്ന് വർഷയ്ക്കൊന്നും മനസ്സിലായില്ല. ഞാനോ? ഞാനതിനെ എന്ത് ചെയ്തെന്നാ? പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല അന്നൊരു കാര്യം ചെയ്യ, കടയങ്ങ് ഉൾക്കാടം നിർത്തിയേക്കാം എന്ന് പറയണേ. രേവതി മോളെ നീ അങ്ങ് ചെല്ലാൻ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, രേവതി അല്ല റിബൺ കട്ട് ചെയ്യുന്നത്. പിന്നെയോ അതിന് ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഒരാളെയോ? അതെ, ഒരാളെ എന്നെ അതിന് റിബൺ കട്ട് ചെയ്യുന്നതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവയാക്കിയല്ലേ ഓർത്തെ രവീന്ദ്രനായിരിക്കും എന്നാ. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ പോയി കട്ട് ചെയ്യാൻ പറയണേ. അച്ഛനല്ല എന്ന് പറയണം. പിന്നെയോ അമ്മയായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അമ്മയല്ല, വേറെ ആരാ? എന്നാ പിന്നെ ഏട്ടത്തി ആയിരിക്കും എന്ന് പറയണേ. ഏട്ടത്തി അല്ല എന്ന് പറയണം. ഈ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്ന മറ്റാരെ അല്ലെന്ന് പറയണേ. എന്ത് ചെയ്യുവാണ്? നേരെ വർഷേനെ വിളിക്കണം. അപ്പൊ വർഷ ചോദിച്ചു, ഞാനോ? ഞാൻ എന്തിനാന്ന് ചോദിക്കും. വർഷയാണ് ഇത് ഉദ്ഘാടനം നടത്താനായിട്ട് എന്തുകൊണ്ട് യോഗ്യത എന്ന് പറയണം. വർഷയ്ക്കുള്ളതെന്ന് പറയണേ. ഇത് വർഷ പറഞ്ഞ് എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറയണേ. അങ്ങനെ പറയരുത്, വർഷം വേണം ചെയ്യാനായിട്ട്. ഇത് കേട്ടോ വർഷ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. ഒന്നുമല്ലേലും വർഷം ഇപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ? സാധാരണ ഇത് കടയിൽ ഉദ്ഘാടനം നടത്താൻ സമയത്ത് സിനിമ സീരിയൽ ആരെങ്കിലും ഒക്കെ വലിയ വലിയ ആൾക്കാരെയല്ലേ കൊണ്ടുവരുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കും. നമുക്ക് നാളെ പറയാലോ, രേവതിയുടെ അല്ലെങ്കിൽ ചന്ദ്രമതിയുടെ പൂക്കട ഉദ്ഘാടനം നടത്തിയത് ഒരു ഡബിങ് ആർട്ടിസ്റ്റാന്നുള്ള കാര്യം. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് വരാൻ പറയണം. പക്ഷെ വർഷ പാവം കൂട്ടാക്കില്ല. അവസാനം ശ്രീകാന്ത് പറഞ്ഞു, നീ എന്താ വർഷം ഇങ്ങനെ നിൽക്കുന്നേ? ചെല്ലാൻ പറയണം. വർഷയ്ക്ക് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥ. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ ചെല്ല്, ചെന്ന് കടയിൽ വെക്കാൻ റിബണം കട്ട് ചെയ്യാൻ പറയണം. ഇത് കേട്ടതും വർഷ പറഞ്ഞു, ഞാനല്ല, അച്ഛനാ ചെയ്യേണ്ടതെന്ന് പറയണേ. വേണ്ട വേണ്ട, നീ അങ്ങ് ചെന്നാൽ മതി, മോള് തന്നെ ചെയ്താൽ മതി എന്ന് പറയണ. അവസാനം എന്ത് ചെയ്യുവാണ്? വർഷ തന്നെ ചെന്ന് റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം നടത്തുവാണ്. ഉദ്ഘാടനം നടത്തി കഴിഞ്ഞപ്പോഴത്തേനും സച്ചോണി എന്തിനത് മനസ്സിലായോ? വർഷ ഇത് ഏറ്റവും കൂടുതൽ ഈ കടയിൽ ഉദ്ഘാടനം നടത്താനായിട്ട് യോഗ്യത നേടിയിട്ടുള്ളതെന്ന്, അതിന് പിന്നിലൊരു കാരണം ഉണ്ടെന്ന് പറയാണ്. പക്ഷെങ്കിൽ വർഷയ്ക്ക് കാരണം എന്താണെന്ന് മനസ്സിലായില്ല. തലേദിവസം നടന്ന സംഭവം എന്നുള്ള കാര്യം വർഷയ്ക്ക് പെട്ടെന്ന് പിടികിട്ടിയതുമില്ല. പിന്നീട് രേവതി കടയിലേക്ക് ഇങ്ങനെ നോക്കുന്നതിനപ്പത്തിന് സച്ചു പറഞ്ഞു, എന്താ നോക്കി നിൽക്കണേ? കടയുടെ മുതലാളിയല്ലേ, കടയ്ക്കകത്ത് ഇങ്ങോട്ട് കയറാൻ പറയണം. അങ്ങനെ രേവതി അങ്ങോട്ട് കയറി. രേവതി കയറി കഴിഞ്ഞപ്പോഴത്തേന് രവീന്ദ്രൻ പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യുക, ആദ്യത്തെ പൂ എനിക്ക് തന്നെ തന്നേക്കാ പറയട. അങ്ങനെ രവീന്ദ്രന് പൂ വാങ്ങുവാണ്. പൈസ കൊടുത്താണ് പൂ വാങ്ങുന്നത്. എന്തെന്നില്ലാ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രമതിയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത്. ഈ സമയം ശ്രുതിയോട് ശ്രുതി പറഞ്ഞു, കണ്ടില്ലേ രേവതിക്ക് ഇപ്പൊ ഒരു കട സ്വന്തമായിട്ടുണ്ടായെന്ന് പറയണം. ഇതാണോ കട? വെറും ഒരു പൂക്കട, ഒരു പെട്ടിക്കട. നിനക്ക് അങ്ങനെയല്ലോ, ഒരു ബ്യൂട്ടി പാർലർ തന്നെ സ്വന്തമായിട്ടില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേവതിയുടെ ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി. ബ്യൂട്ടി പാർലർ ഉണ്ടോ പോലും താൻ ഇപ്പൊ അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണെന്നുള്ള കാര്യം ഈ പറയുന്ന ശ്രുതിക്ക് അറിയത്തില്ലോ. ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് താൻ നിൽക്കുന്നത്. പിന്നീട് എല്ലാവരും സച്ചേച്ചി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ്. ലക്ഷ്മി അമ്മ പറഞ്ഞു, ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ മോനെ കുറിച്ച്. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയൊക്കെ ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ്. രേവതിയുടെ മുഖത്ത് ഒരു കുറെ സൂര്യൻ ഒരുമിച്ച് ഉദിച്ച ഒരു പ്രതീതിയായിരുന്നു. കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമല്ലത്, ഇങ്ങനെ ഒരു സംഭവം നടക്കൂന്നുള്ളത്. താൻ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചുണ്ടായി കൊടുക്കുമ്പോൾ സച്ചേട്ടൻ തന്റെ വേദന കാണുന്നുണ്ടെന്നുള്ള കാര്യം രേവതിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരിക്കലും താൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് തീരേണ്ടതല്ല തന്റെ ജീവിതം. തനിക്ക് ചെയ്യാൻ അറിയാവുന്നൊരു ജോലി ഇതാണ്. അപ്പൊ ആ ജോലി താൻ നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്യുകയും ചെയ്യും. പോരാത്തന്നെ അടുത്തെങ്ങും ഒരു പൂക്കട ഇല്ല താനും. ആ സച്ചി പറയുകയും ചെയ്തു, അടുത്തെങ്ങും ഒരു പൂക്കട പോലും ഇല്ല. അതുകൊണ്ട് ഈ കട തന്നെ ധാരാളമാണ്. ഇവിടെ ഇഷ്ടംപോലെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോഴാണ് സച്ചിയുടെ അടുത്ത പ്രഖ്യാപനം. കടയിലൊക്കെ ഉദ്ഘാടനം നടത്തിയതല്ലേ, അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. പിന്നീട് വർഷേനെയും കൂടെ വിളിച്ചിട്ട് ആ കവർ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതെന്താന്ന് ചോദിക്കും. കടയിൽ ഉദ്ഘാടനം നടത്തി കഴിയുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പൈസ കൊടുക്കൂലേ? പൈസ വേണ്ടെന്ന് എനിക്ക്. വേണ്ടാന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വർഷല്ലേ പറഞ്ഞേ, ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടണമെന്നുള്ളേ. അപ്പൊ അതിന് കൂലി വേണ്ടെന്ന് വെക്കും. ഇതങ്ങോട്ട് പിടിക്കാൻ പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് രേവതി കൊടുത്ത പൈസ 2000 രൂപ വർഷയ്ക്ക് കൊടുക്കുക. വർഷ അടിയേറ്റവലേപ്പി. വർഷ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വർഷ ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.